വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയതു മുതൽ ഭക്ഷണാവശ്യത്തിനായി കൃഷി ചെയ്തു പോരുന്നു. നമ്മുടെ രാജ്യം നേരിടുന്ന അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് പോഷകാഹാരത്തിൻ്റെ കുറവ്. നാരുകൾ ധാരാളമടങ്ങിയ മില്ലറ്റുകൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുറഞ്ഞ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങളും ഊർജവും ലഭിക്കുന്നു. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിലും അവരവരുടെ രുചിക്കും ഇഷ്ടങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായ പലതരത്തിലുള്ള ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്യുന്നത്. പരമ്പരാഗത ധാന്യങ്ങളായ മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യങ്ങളാണ്. കാണാൻ ചെറുവിത്തുകൾ പോലെയാണ്. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യുവാനും താരതമ്യേന വരണ്ട കാലാവസ്ഥയിൽ കൃഷി ചെയ്യാവുന്നതും കുറഞ്ഞ സമയം കൊണ്ട് വിളവെടുക്കാവുന്നതുമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യവും അവയുടെ കൃഷിരീതികളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അഗ്രോണമി എസ് ആദർശാണ് കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ധാന്യങ്ങളെന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ചെറുധാന്യങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതോടൊപ്പം തന്നെ നമ്മുടെ ആഹാരക്രമത്തിൽ എങ്ങനെയാണ് ഈ ചെറുധാന്യങ്ങളൊക്കെ എത്തിയത്? ഏറെക്കാലം സൂക്ഷിച്ചു വെക്കാം, വളരെ പരിമിതമായ സ്ഥലത്ത് നിന്ന് വളരെ വലിയ അളവിൽ നമുക്കൊരു വിളവ് കിട്ടും എന്ന ഘടകങ്ങൾ വന്നപ്പോഴാണ് ധാന്യങ്ങളിലോട്ട് മനുഷ്യൻ കൂടുതലും ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്. അതിൽ തന്നെ ഉഷ്ണമേഖല, സമശീതോഷ്ണ മേഖലയിലാണ് കൂടുതലും ചെറുധാന്യങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങിയിരുന്നത്. എന്താണ് ചെറുധാന്യങ്ങളെന്ന് വെച്ചാൽ, ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഒരു നിർവചനമുണ്ട്. അതിലവർ പറയുന്നത് പുല്ലുവർഗത്തിൽ ഉൾപ്പെടുന്നതും ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു സീസണിൽ തന്നെ നന്നേ ചെറിയ ധാന്യങ്ങൾ, സാധാരണ ഭക്ഷ്യധാന്യങ്ങളെക്കാളും തുലനം ചെയ്യുമ്പോൾ വലിപ്പത്തിൽ ചെറിയ ധാന്യങ്ങൾ നൽകുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളെയാണ് നമ്മൾ ചെറുധാന്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിലും ഗുണം ഏറെയാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ശാസ്ത്രീയ നിർവചനം നിലനിൽക്കെ തന്നെ ഈ നിർവചനത്തിൽ പെടാത്ത വലിപ്പത്തിൽ ചെറുതായതും ചെറുധാന്യങ്ങളുടെ അതേ ഉപയോഗ രീതി ഉള്ളതുമായ ചില ആൾക്കാരെയും നമ്മൾ ചെറുധാന്യങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയതയ്ക്ക് വേണ്ടി നമ്മൾ അതിനെ കപടധാന്യങ്ങൾ എന്നാണ് ശാസ്ത്രീയ ഭാഷയിൽ പറയുക. നമുക്ക് ചർച്ചയിൽ നമുക്ക് അങ്ങോട്ട് അവരെ പരിചയപ്പെടാവുന്നതാണ്. ആയിക്കോട്ടെ. ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന, അതും പുല്ലുവർഗത്തിൽപ്പെട്ടതാണെന്നും കൂടെ പറഞ്ഞു. കൃഷിക്കുള്ളൊരു പങ്ക്, അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും എന്തൊക്കെയാണ് ഈ ചെറുധാന്യങ്ങളുടെ ഒരു പങ്ക് എന്ന് പറയാമോ? ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഭക്ഷണത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ധാന്യങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉഷ്ണമേഖല, സമശീതോഷ്ണ മേഖല എന്നിവയിൽ വളരെ പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന പുൽവർഗത്തിൽപ്പെട്ട ഇനങ്ങളായിരുന്നു ചെറുധാന്യങ്ങൾ. ഇത് സാധാരണ മറ്റു ധാന്യങ്ങളോടൊപ്പം തന്നെ കൃഷി ചെയ്ത് വന്നിരുന്നതായിരുന്നു. എന്നാൽ വിളവ് കൂടിയ ധാന്യങ്ങളുടെ വരവോടുകൂടിയും മറ്റ് ഇതിനോടുള്ള താല്പര്യക്കുറവ് കാരണവും പിന്നെ മറ്റു ചില കാരണങ്ങളാലും, അതെന്താണെന്ന് നമുക്ക് വഴിയെ വിശദീകരിക്കാം, മാറുന്ന ജീവിതക്രമത്തിനനുസരിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ വളരെയധികം ജനസംഖ്യയിൽ കൂടിയപ്പോൾ ആൾക്കാർ വീണ്ടും ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഭക്ഷ്യ കാർഷിക സംഘടന ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് വേണ്ടി വളരെയധികം ശ്രദ്ധ കൊടുക്കാനും അതിൻ്റെ പ്രചാരണത്തിനായിട്ടും ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഫലമായിട്ട് 2018 ഭാരത സർക്കാർ മില്ലറ്റ് ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. അങ്ങനെ ദേശവ്യാപകമായിട്ട് ചെറുധാന്യങ്ങൾ എന്താണെന്നും അവയുടെ പ്രാധാന്യം എന്താണെന്നും വീണ്ടും ഒന്നുകൂടെ എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും പുതുതലമുറയ്ക്ക് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം
ഇതിനൊരു ആഗോള തലത്തിലൊരു ശ്രദ്ധ കിട്ടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ അറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2023 ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചു. അതേ വർഷം തന്നെയാണ് 2023 ചിങ്ങം 1 കേരള സർക്കാർ പോഷക സമൃദ്ധി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലും ഇതിന്റെ കൃഷിയുടെ വിസ്തൃതിയും ഉൽപാദനവും കൂട്ടാനായിട്ട് ഉള്ള ഒരു പദ്ധതിയും കൊണ്ടുവന്നിരുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ദീർഘകാല അവഗണന നേരിട്ടെന്ന് പറഞ്ഞല്ലോ. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഇത് ദരിദ്രരുടെ മാത്രം ഭക്ഷണമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ കുറഞ്ഞവർ മാത്രമാണ് കഴിക്കുന്നത്, കൃഷി ചെയ്ത് പെട്ടെന്ന് വിളവ് കിട്ടുന്ന അത്യുൽപാദന ശേഷിയുള്ള മറ്റ് താന്യവിളകളുടെ വരവ്, അതുമാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപാദനം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇതൊക്കെയാണ് കർഷകനെ പുറകോട്ട് പോകാനുള്ള കാരണങ്ങളായിരുന്നത്. അതുമാത്രമല്ല, ഹരിത വിപ്ലവം കടന്നു വന്നപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ അവർക്ക് കൂടുതൽ അവർ ഗോതമ്പിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നേരെ മറിച്ച് കേരളത്തിലായപ്പോൾ അത് നെൽകൃഷിയിലോട്ടും പിന്നെ അത് കപ്പയിലോട്ടും, അതുമാത്രമല്ല സാധാരണ തരിശായി കിടന്ന സ്ഥലങ്ങളിൽ നമ്മൾ പയറുവർഗ്ഗ വിളയായിട്ട് സോയാബീനിൻ്റെയും വൻപയറിൻ്റെയും ഒക്കെ വലിയ രീതിയിൽ കൃഷി വന്നപ്പോൾ അങ്ങനെയാണ് കൃഷി ഇടങ്ങളിൽ നിന്ന് ചെറുധാന്യങ്ങൾ അപ്രത്യക്ഷമായി തുടങ്ങിയത്. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ മാറുന്ന ജീവിത രീതിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അതിന്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുകയും എന്നാൽ ആ പ്രാധാന്യത്തിന് അർഹിക്കുന്ന അളവിൽ കൃഷി ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് നിലവിൽ മാർക്കറ്റിൽ ഇതിന് എത്രയും ഡിമാൻഡ് ഉള്ളത്. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ചെറുധാന്യങ്ങളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കപടധാന്യങ്ങളും ഉണ്ടെന്ന്. അപ്പൊ ഇത് നിറയെ വൈവിധ്യങ്ങളുള്ള ഒരു വിഭാഗമാണല്ലോ, അതൊന്ന് പരിചയപ്പെടുത്താമോ? പ്രധാനമായും നമ്മൾ ചെറുധാന്യങ്ങളെന്ന് പറയുന്നതിൽ ഏറിയ പങ്കും 90% പുല്ലുവർഗ്ഗത്തിൽപ്പെടുന്ന പോയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ചെടികളാണ്. ഞാൻ അവയുടെ പേരൊന്ന് പരിചയപ്പെടുത്താം. മലയാളത്തിൽ പറയുന്ന പേരും നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരും ഒന്ന് പരിചയപ്പെടാം. മണിച്ചോളം അഥവാ സ്വർഗം അല്ലെങ്കിൽ ജോവർ എന്ന് പറയും, കമ്പം, പേൾ മില്ലറ്റ് അഥവാ ബജ്ര എന്ന് പറയും, 3 കൂവരക്, ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി എന്ന് പറയുന്നു. ഇവ 3ഉമാണ് മേജർ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ് വിപണിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മേജർ മില്ലറ്റ്സ് എന്ന് ഇവരെയാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അതിന് ഒരു കാരണം വലിയ അളവിൽ ഇവയാണ് കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തെ കാരണം പ്രോസസ്സിങ്ങിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണത്തിന്റെ ഒരു ആസ്പെക്ട് വരുമ്പോൾ ഇവയിൽ ഉമി ഇതിലില്ല. അപ്പൊ അതുകൊണ്ട് താരതമ്യേന വലിയ അളവിൽ കൃഷി ഇവർ ചെയ്യുന്നുണ്ട്, കാരണം പ്രോസസ്സിങ് എളുപ്പമായതുകൊണ്ട്. ഇനി മറ്റുള്ളത് സാധാരണ ഇവയെ മൈനർ മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനികളാണ് തിന അഥവാ ഫോക്സ്റ്റൈൽ മില്ലറ്റ്, ചാമ, ലിറ്റിൽ മില്ലറ്റ്, വരക്, കോഡോ മില്ലറ്റ്, കുതിരവാലി, ബാണിയാർഡ് മില്ലറ്റ്, പനിവരക്, പ്രോസോ മില്ലറ്റ്, കുലച്ചാമ, ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, സിക്കിയ, ക്രാബ് ഫിംഗർ മില്ലറ്റ്, ജോബി, അട്ലേ മില്ലറ്റ്, കറുത്ത ഫോണിയോ, ബ്ലാക്ക് ഫോണിയോ, വെളുത്ത ഫോണിയോ, വൈറ്റ് ഫോണിയോ, ടെഫ്, ഇംഗ്ലീഷിലും ടെഫ് എന്നാണ് പറയുന്നത്. ഇവയാണ് പോയേസി എന്ന പുല്ലുവർഗ്ഗ കുടുംബത്തിൽപ്പെട്ട ചെറുധാന്യങ്ങൾ. ഇവയെ കൂടാതെ ഇവയുടെ അതേപോലെ വലിപ്പത്തിൽ തീരെ ചെറുതും അതുപോലെ ചെറുധാന്യങ്ങളുടെ അതേ രീതിയിൽ ഉപയോഗിക്കുന്നതുമായ എന്നാൽ പുല്ലുവർഗ്ഗത്തിൽ പെടാത്ത മറ്റു ചില ധാന്യങ്ങളുണ്ട്. പോളിഗോണേസി എന്ന സസ്യ കുടുംബത്തിൽപ്പെട്ട കൂട്ടുഗോതമ്പ്, ബക്ക് വീറ്റ് എന്ന് പറയും. അമരാന്തേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ചീരധാന്യം, ഗ്രെയിൻ അമരാന്ത്. അതുപോലെ അമരാന്തേസി എന്ന കുടുംബത്തിൽപ്പെട്ട തന്നെ കീൻവ. അതുപോലെ ലാമിയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ചിയ സീഡ്സ്, ചിയ വിത്തുകൾ. ചിയൊക്കെ ഇപ്പം നമുക്കൊരു പരിചിതമായി വരുന്നത്. സാർ പറഞ്ഞ പല പേരുകളും നമുക്ക് പരിചയമുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതെ, ഇതിലേറിയ പങ്കും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ കാലാവസ്ഥയാണ്. എന്നാൽ അതിൽ കർഷകരുടെ താല്പര്യം, അതുമാത്രമല്ല കസ്റ്റമേഴ്സിന്റെ താല്പര്യം, പിന്നെ ഭക്ഷ്യ സംസ്കരണത്തിൽ വിളവെടുപ്പിന് ശേഷം എത്രമാത്രം സംസ്കരണം വരുന്നു, ഇവയൊക്കെയാണ് കർഷകർ ഇത് കൃഷി ചെയ്യുന്നതിന്റെ പല ഘടകങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇവയിൽ കൂടാതെ തന്നെ വലുപ്പത്തിൽ ചെറുതായിരിക്കുന്നതും എന്നാൽ പൊതുജനങ്ങൾ സാധാരണ ഇവയും ചെറുധാന്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എള്ള് വിത്ത്. അതുപോലെ ചെറിയ ഇനം ഉഴുന്നുകളൊക്കെ ആൾക്കാർ ഉഴുന്ന്, ഉലുവ ഇതിനെയൊക്കെ ചെറിയ ധാന്യങ്ങളാണോ എന്ന് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ വലിപ്പത്തിൽ ചെറുതായതുകൊണ്ട് മാത്രം ആ വിത്തുകളെ നമുക്ക് ഒരിക്കലും ചെറുധാന്യമായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. ചെറുധാന്യമായി നിലവിൽ നമ്മൾ പരിഗണിക്കുന്നത് ഈ 18 എണ്ണത്തെയുമാണ്. എത്രത്തോളം അത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഒരു ഉപഭോക്താവിന്റെ ആവശ്യം അനുസരിച്ചാണ് ഇരിക്കുക എന്നുള്ളത്. അപ്പം നിലവിൽ അത് എത്രത്തോളം കൃഷി വിസ്തൃതിയുണ്ട്, എത്രത്തോളം അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ചെറുധാന്യങ്ങൾ? ആഗോളതലത്തിലുള്ള ചെറുധാന്യത്തിൻ്റെ ഉൽപ്പാദനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഏകദേശം ആഗോള ഉൽപ്പാദനത്തിൻ്റെ 38% ഇന്ത്യ സംഭാവന ചെയ്യുന്നത്. അതിനുശേഷം നിൽക്കുന്നത് ഏകദേശം 12% വരുന്ന നൈജർ എന്ന രാജ്യമാണ്. അതിനുശേഷം 7% നൈജീരിയ. ഇനി നമുക്ക് ഇന്ത്യയിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കമ്പമാണ്. അതിലും ഏകദേശം 44% രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഉത്തർപ്രദേശ്,
ഹരിയാന, ഗുജറാത്ത് ഇവയാണ് ഉൽപ്പാദനത്തിൽ തൊട്ടുപിറകെ വരുന്ന സംസ്ഥാനങ്ങൾ. കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാടിന് ശേഷം ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മൊത്തം കൃഷി ചെയ്യുന്ന നിലം നോക്കുകയാണെങ്കിൽ അതിൻ്റെ 0.01% മാത്രമാണ് നമ്മൾ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന വിസ്തൃതി. അപ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എത്രമാത്രം നമുക്കിനി കൃഷി ചെയ്യണം, കൃഷിയിൽ ഇത് എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും അതിൻ്റെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം നിലവിലുണ്ടെന്നും. അപ്പം നമുക്കിതിന് പ്രത്യേകിച്ച് കാലാവസ്ഥ, ഏത് സമയത്ത് കൃഷി ചെയ്യണം, അത് ഒന്ന് പറയാമോ? കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാർഷിക സീസണുകളാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഇതിൽ വേനൽക്കാലം വരുന്നത് പുഞ്ചയിലാണ്. അപ്പോൾ നമുക്ക് പുഞ്ച തന്നെയാണ് ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതിന് കാരണം, ഒന്ന്, അധികം വെള്ളം ഇതിന് ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു വിളയായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവുള്ളൊരു സമയത്ത് നമുക്കിത് അനുയോജ്യമായിട്ട് കൃഷി ചെയ്യാം. മറ്റൊന്ന്, ഇത് കൃഷി ചെയ്യാനായിട്ട് ചിലവ് വളരെ കുറവാണ്. ഇതിൽ രോഗങ്ങളും കീടങ്ങളും മറ്റുള്ള വിളകളെക്കാളും വരുന്നത് കുറവാണ്. പിന്നെ ജലസേചനവും വളരെ കുറച്ച് മതിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വേനൽക്കാലത്താണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്. പിന്നെ തരിശായി കിടക്കുന്ന നിലങ്ങളിൽ പയർ വർഗ്ഗ വിളകൾ പോലും വിളവെടുക്കാൻ പറ്റാത്ത അത്രയും തരിശായി കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ 1-2 നനയെ മാത്രമേ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയും ആൾക്കാരിപ്പോൾ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്ന്, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വിപണിയിൽ ഇതിൻ്റെ ആവശ്യകത കൂടി വരുന്നുണ്ട്. 2, ഇതിൻ്റെ പ്രാധാന്യം ചില കർഷകർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിനെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ വേനൽക്കാലമാണ് ഏറ്റവും അനുയോജ്യം. അതല്ലെങ്കിൽ മുണ്ടകനിലായാലും നമുക്ക് അധികം മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്കിത് കൃഷി ചെയ്യാം. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെറുധാന്യത്തിനായി പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഇതൊരു ധാന്യവിളയാണ്. അപ്പോൾ നമ്മൾ ധാന്യത്തിൽ നിന്ന് കിട്ടുന്ന പോലെ കൂടുതലും നമുക്ക് അന്നജത്തിന് തന്നെയാണ് നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നത്. സാധാരണ നിലയിൽ ചെയ്യുന്നതിലും അധികമായിട്ട് ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ സാധാരണ ചെയ്യുന്നതിനേക്കാളും നമുക്ക് വളരെ ചെലവ് കുറച്ചും അധ്വാനം കുറച്ചും അതുപോലെ തന്നെ ഒരുപാട് സമയലാഭത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ ഒരു നിലം ഉഴുത് വിത്ത് നമ്മൾ വിതച്ചിടുക, അങ്ങനെയാണോ സാധാരണ ചെയ്യുക? അല്ലെങ്കിൽ അതിന് കൃത്യമായി തടവെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും രീതികളുണ്ടോ കൃഷി ചെയ്യുന്നതിൽ? ഇതിൽ നമുക്ക് ഒന്ന്, ധാന്യവിള ചെയ്യുന്നത് പോലെ എല്ലാ ഘട്ടങ്ങളും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ വളരെയധികം പരമാവധി വിളവ് കിട്ടും. പക്ഷേ ചെലവും വർദ്ധിക്കും. എന്നാൽ ഇപ്പോൾ ഒരു കർഷകന് 2 വിരിപ്പും മുണ്ടകനും ചെയ്തതിന് ശേഷം പുഞ്ചയിൽ അത്രത്തോളം അദ്ദേഹത്തിന് കാശ് ലാഭിക്കണമെന്നാണെങ്കിൽ പരമാവധി കുറഞ്ഞ ചെലവിൽ, എന്ന് വെച്ചാൽ മുണ്ടകൻ കൃഷിയിലെ വിളവെടുപ്പതിന് ശേഷം പാടം ഒന്നുഴുതതിന് ശേഷം നമുക്ക് പാടത്തിൽ നിൽക്കുന്ന ആ ഒരു ഈർപ്പാംശത്തിൽ തന്നെ നമുക്കിതിനെ വിതച്ചിടാം. അപ്പോൾ മുന്നത്തെ വിളയിലുള്ള മണ്ണിന്റെ ഈർപ്പം കൊണ്ട് തന്നെ ഇത് മുളയ്ക്കുകയും അല്ലെങ്കിൽ ഏറി വന്നാൽ ചിലപ്പോൾ 1-2 നന കൊണ്ട് തന്നെ നമുക്കിത് മുളയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം മണ്ണിൽ അവശേഷിക്കുന്ന മറ്റു മൂലകങ്ങളെ മുഴുവൻ ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും ഇതിന്റെ വളർച്ച അത് കാരണം തുടർന്ന് പോവുകയും ചെയ്യും. വളം നമുക്ക് നിർബന്ധപൂർവം കൊടുക്കണമെന്നില്ല. എന്നാൽ നമുക്ക് ശാസ്ത്രീയ കൃഷി രീതിക്ക് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 ഏക്കറിന് 2 ടൺ ചാണകം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും കർഷകർ ഇതൊരു ശാസ്ത്രീയ കൃഷിയോ അല്ലെങ്കിൽ ഓരോ ഘട്ടവും വളരെയധികം അവലംബിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതി ആയിട്ടല്ല ഇതിനെ കാണുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നിലം തരിശായി കിടക്കാതെയും കളകൾ കയറി പാടം അല്ലെങ്കിൽ നിലം കാട് കയറി പോകാതെ ഇരിക്കാനാണ് ഇവ കൂടുതലും കൃഷി ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, വേനൽക്കാലത്തൊരു തീറ്റപ്പുല്ലിൻ്റെ ഒരു സ്രോതസ്സായിട്ടും ഇതിനെ കാണുന്നവരുണ്ട്. ഇനി വളത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1 ഏക്കറിന് 9 കിലോ എന്ന അളവിലാണ് ഇതിന് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും വേണ്ടത്. വരികൾ തമ്മിൽ 25 സെൻറ്റിമീറ്ററും ഒരു വരിയിൽ 2 ചെടികൾ തമ്മിൽ 15 സെൻറ്റിമീറ്ററും അകലം പാലിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തി നമുക്ക് പരമാവധി ചെടികളെ ഉൾപ്പെടുത്താനും അതിൽ നിന്ന് പരമാവധി നമുക്ക് വിളവ് ലഭിക്കാനും സാധിക്കും. അപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ വിളവ് കുറയാനാണ് സാധ്യത ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ വിതച്ചിടുകയാണെങ്കിൽ ഒത്തിരി അടുത്തായിരിക്കും. നമ്മൾ വിതയ്ക്കുമ്പോൾ ഈ ഒരു തമ്മിലുള്ള അകലം നമുക്ക് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ചെടികൾ തമ്മിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പോഷക മൂലകങ്ങൾക്കും അതുപോലെ മണ്ണിലെ ഈർപ്പത്തിനും വെയിലിനും സ്ഥലത്തിനും ഒക്കെ വേണ്ടി ഒരു മത്സരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഈ ഒരു അകലം പാലിക്കുകയാണെങ്കിൽ നമുക്ക് അവ തമ്മിലുള്ള മത്സരം കുറച്ചിട്ട് അതിൽ ഓരോന്നിൽ നിന്നുള്ള പരമാവധി വിളവ് നമുക്ക് കിട്ടും. നമുക്ക് എത്ര കാലത്തിനുള്ളിൽ ഇതിന് നമുക്ക് വിളവ് പ്രതീക്ഷിക്കാം? ഓരോന്നിനും ഓരോ ആയുർദൈർഘ്യമാണ്. നമുക്കത് പരിചയപ്പെടാം. പരമാവധി എത്രത്തോളം നമുക്കൊരു ഹെക്ടറിൽ നിന്ന് വിളവ് കിട്ടുമെന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ മണിച്ചോളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 120 ദിവസമാണ് അതിൻ്റെ കാലാവധി, 4 മാസത്തോളം. 1 ഹെക്ടർ അതായത് 2.5 ഏക്കറിൽ നിന്ന് നമുക്ക് 4.5 ടൺ വരെ വിളവ് തരുന്നതാണ്. കമ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പത്തിന് 100 ദിവസമാണ് അതിൻ്റെ കാലാവധി. ഏകദേശം 3.5 ടണ്ണോളം വിളവ് 1 ഹെക്ടറിൽ തരുന്നതാണ്. ഇതുപോലെ റാഗി, കൂവരക് 120 ദിവസമാണ് റാഗിയുടെ കാലാവധി. 4.5 ടണ്ണോളം നമുക്കൊരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി തിനയാണെങ്കിൽ അതും 120 ദിവസമാണ് കാലാവധി. ഏകദേശം നമുക്ക് 3 ടൺ വരെ പരമാവധി 1 ഹെക്ടറിൽ നിന്ന് കിട്ടാറുണ്ട്. പനിവരകാണെങ്കിൽ 3 മാസമാണ് അതിൻ്റെ കാലാവധി. 1.5 ടണ്ണാണ് അതിൻ്റെ
വിളവ് പറയുന്നത്. ഇനി കുതിരവാലിയാണെങ്കിൽ 3 മാസമാണ് കാലാവധി. 2.5 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് അത് തരാറുണ്ട്. ഇനി ചാമയും അതുപോലെ വൈറ്റ് ഫോണിയോ ബ്ലാക്ക് ഫോണിയോ ഇവയെല്ലാം 2.5 മാസം കൊണ്ട് കാലാവധി അല്ലെങ്കിൽ ആയുർദൈർഘ്യം പൂർത്തിയാക്കുന്നതാണ്. ചാമയുടെ കേസിലാണെങ്കിൽ വിളവ് 1.5 ടണ്ണാണ് ഒരു ഹെക്ടറിന്. വൈറ്റ് ഫോണിയോയും ബ്ലാക്ക് ഫോണിയോ ആണെങ്കിൽ ഓരോ ടൺ ഒരു ഹെക്ടറിന് നമുക്ക് തരുന്നുണ്ട്. ടെഫ് ആണെങ്കിൽ 4 മാസം വരെ അതിന് ആയുർദൈർഘ്യമുണ്ട്. 2 ടൺ വരെ അത് ഒരു ഹെക്ടറിൽ നമുക്ക് തരുന്നുണ്ട്. കുലച്ചാമ എന്ന് പറയുന്നതാണെങ്കിൽ 80 ദിവസമാണ് അതിൻ്റെ കാലാവധി. ഏകദേശം 0.8 ടണ്ണാണ് അത് ഒരു ഹെക്ടറിൽ തരുന്നത്. ഇനി മുന്നേ പറഞ്ഞ കപടധാന്യങ്ങളുണ്ടല്ലോ, അവയിലാണെങ്കിൽ കൂട്ടുഗോതമ്പ് ഏകദേശം 3 മാസത്തോളം കാലാവധിയുണ്ട്. 1.5 ടണ്ണാണ് ഒരു ഹെക്ടറിൽ തരുന്നത്. ചിയ സീഡ്സ് 4 മാസമാണ് കാലാവധി. 0.8 ടൺ ഒരു ഹെക്ടറിൽ തരും. ക്ഷീരധാന്യം 115 ദിവസം ആണ് കാലാവധി. 2.2 ടൺ ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് വേനൽക്കാലത്ത് അല്ലെങ്കിൽ പുഞ്ച കൃഷിയുടെ ഏകദേശം ആയുർദൈർഘ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു സീസണിൻ്റെ സമയം തന്നെയാണ് ഈ വിളകൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ തരിശായി കിടക്കുകയാണെങ്കിൽ നമുക്ക് അവയെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ്, ഏറ്റവും നല്ലതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു മാർഗ്ഗം ചെറുധാന്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു 18ഓളം ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ കൃഷിയിലേക്ക് കർഷകർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ കൂടുതൽ നമ്മൾ വാങ്ങുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും ഈ മില്ലറ്റ്സിൻ്റെ പ്രാധാന്യം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇനങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കൊണ്ടുവരാനായിട്ട് കഴിയും? നമുക്ക് കൃഷി ചെയ്യാനായിട്ട് എവിടെ നിന്നാണ് ഇത് ലഭ്യമാക്കുക? അതുപോലെ തന്നെ ഈ ഭക്ഷ്യ ഉൽപ്പാദനം എന്ന് മാത്രമാണോ ഇതിൻ്റെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ നാട്ടിലുള്ള ലോക്കൽ വെറൈറ്റീസ്, അഥവാ നാട്ടിലുള്ള അവർക്ക് കിട്ടുന്ന ഇനങ്ങൾ വെച്ചായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെയധികം കൂടുതൽ തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ആന്ധ്രയും തമിഴ്നാടുമാണ് കേരളത്തെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. അതെ അതെ അതെ. കാരണം കൂടുതൽ നമ്മളെക്കാളും കുറച്ചുകൂടെ ഈ ഒരു ഉഷ്ണമേഖല കൂടുതലും കുറച്ചുകൂടെ വരൾച്ച അനുഭവപ്പെടുന്നവരാണ്. അവർക്ക് കൂടുതൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് ഹൈദരാബാദിലുള്ള അവരും ദേശീയ തലത്തിൽ പല സ്ഥലങ്ങൾക്കും പല കാലാവസ്ഥാ മേഖലയ്ക്കും വേണ്ടിയുള്ള വിവിധ ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാഡം മുന്നേ ചോദിച്ചതുപോലെ ഒരു ധാന്യ വിള അല്ലാതെ മറ്റെന്തിനൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കാമെന്ന് വെച്ചാൽ ഇതിൽ തന്നെ തീറ്റപ്പുല്ലിന് വേണ്ടി കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് സൈലേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഫോഡറായിട്ടും ഫോറേജ് ആയിട്ടും സൈലേജ് ആയിട്ടും ഒക്കെ വേനൽക്കാലത്ത് വളരെ കുറഞ്ഞ ചെലവിലും വളരെ കുറഞ്ഞ പോഷകമൂല്യങ്ങളും ഈർപ്പവും മണ്ണിൽ നിലനിൽക്കെ തന്നെ അത് പരമാവധി വളരുകയും അതിൽ കൂടുതലും ധാന്യങ്ങൾക്കല്ല ഇലകളാണ്, കാരണം അത് കാലിത്തീറ്റയായിട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫോഡർ എണ്ണത്തിലുള്ള വെറൈറ്റീസും ഇതിൽ ഉൾപ്പെടുത്താൻ. അതെ, നേരത്തെ സൈലേജ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ കാലാവധി അന്നേരം ആ ഉപയോഗത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ കാലാവധി എടുക്കില്ലല്ലോ. ഇപ്പോൾ 2 മാസം 3 മാസം അത്ര സമയം വേണ്ടല്ലോ. ഇല്ല, ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വിത്തിന് വരെ വിളവെടുക്കുമ്പോഴാണ്. നമ്മൾ സൈലേജിന് ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ചെയ്യാറുള്ളത്. ഒന്ന്, നമുക്ക് വളർന്നു വരുന്ന മുറയ്ക്ക് തന്നെ നമ്മളതിനെ മുറിച്ചെടുക്കാറുണ്ട്. 2, നമ്മൾ പരമാവധി വളർച്ച എത്തിയിട്ട് പൂക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കതിര് വരുന്നതിന് മുന്നേ നമ്മൾ പൂർണ്ണമായിട്ട് മുറിച്ച് ഭക്ഷ്യാവശ്യത്തിനായിട്ട് കന്നുകാലികൾ കൊടുക്കാറുണ്ട്. എന്നാലും ഈ ഒരു ആയുർദൈർഘ്യം തന്നെയായിരിക്കും ഏകദേശം അത്രയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിത രീതി മാറുന്നതനുസരിച്ച് ഭക്ഷണക്രമങ്ങളും മാറിയിട്ടുണ്ട്. ചെറുധാന്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ ഉണ്ട്? എന്തൊക്കെയാണ് അതിൻ്റെ പോഷകമൂല്യങ്ങൾ എന്നൊന്ന് വിശദീകരിക്കാമോ? അടിസ്ഥാനപരമായി നമ്മളിത് കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ധാന്യമായിട്ട് മാത്രമേ ഇതിനെ കരുതിയിരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുകയും ആൾക്കാർക്ക് ഇതിനോട് കൂടുതൽ ഒരു പ്രിഫറൻസ് കൂടുകയും ചെയ്തപ്പോൾ കൂടുതൽ ഇതിന് രുചിയുണ്ട്, കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നു, അത്യുൽപാദന ശേഷിയുള്ള കൂടുതൽ ഇനങ്ങൾ വരുന്നു. അപ്പോൾ ആൾക്കാർക്ക് കൂടുതലും ഇതിനോട് താല്പര്യം തോന്നി. ഡിമാൻഡ് കൂടിയത് കൊണ്ട് കർഷകർ സ്വാഭാവികമായിട്ട് ഇതിനെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിലോട്ട് ആൾക്കാർ മാറി. വളരെ കൂടുതൽ വിളവുണ്ടാവുന്നു, വിപണിയിൽ നല്ല മൂല്യം കിട്ടുന്നു. കുറഞ്ഞ സമയം മതി, പ്രത്യേകിച്ച് ഒരു എഫേർട്ട് അതിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിളവ് കിട്ടുന്നുണ്ട്. കുറച്ച് സ്ഥലത്ത് നിന്ന് പരമാവധി വിളവ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരുടെയും പ്രിഫറൻസുകൾ അത് സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് വലിയ അളവിൽ ആൾക്കാർ ഇതിലോട്ട് മാറുകയും ജീവിത രീതികൾ മാറി വന്നപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവരും ഇതിനെപ്പറ്റി വീണ്ടും ശ്രദ്ധിച്ചു തുടങ്ങിയത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ധാന്യങ്ങളുടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അതിൻ്റെ കുറവുകൾ നോക്കാം. ഇപ്പോൾ ഗോതമ്പിലാണെങ്കിൽ അതിൽ ഗ്ലൂട്ടൻ എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പിൻ്റെ പശിമയ്ക്കും നമുക്ക് ഗോതമ്പിന് പരമാവധി പരത്താനും ഒക്കെ കഴിയുന്നത് ഗ്ലൂട്ടൻ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ ഗ്ലൂട്ടൻ അലർജിയുള്ള ചില ആൾക്കാരുണ്ട്. അവർക്ക് സീലിയാക് ഡിസീസ് എന്നൊരു രോഗമുള്ളവർക്ക് ഇതൊട്ടും ഗ്ലൂട്ടൻ ഒട്ടും അവർക്ക് ആഹാരത്തിൽ അടങ്ങാൻ പാടില്ല. അതുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആഹാരം കഴിഞ്ഞതിന് ഛർദിലോ അല്ലെങ്കിൽ തലചുറ്റലോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള അന്നജത്തിൻ്റെ ഒരു സ്രോതസ്സ് ചെറുധാന്യങ്ങളാണ്. ഇനി നമുക്ക് അരിയുടെ കാര്യം എടുക്കാം. ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ
ഒരു പദാർത്ഥമാണ് അരി. എന്ന് വെച്ചാൽ രക്തത്തിലേക്ക് അന്നജം അല്ലെങ്കിൽ പഞ്ചസാര പുറപ്പെടുവിക്കുന്ന ആ ഒരു നിരക്ക് അത് വളരെ കൂടുതലാണ് അരിക്ക്. എന്നാൽ നേരെ മറിച്ച് ചെറുധാന്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ അതേ അളവിൽ തന്നെ ഊർജ്ജം കൊടുക്കും, എന്നാൽ വളരെ നിരക്ക് കുറഞ്ഞ് വളരെ അധികം സമയമെടുത്തായിരിക്കും കുറച്ചായിരിക്കും ഊർജ്ജം രക്തത്തിലോട്ട് കളരുന്നത്. അത് കാരണം ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ധാന്യ സ്രോതസ്സായിട്ട് ചെറുധാന്യം ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്, ചെറുധാന്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അക്യുമുലേഷൻ അത് ബോഡിയിൽ അക്യുമുലേറ്റ് ആവുന്നത് ഒരുപാട് കുറയും. അത് ഹൃദയത്തിൻ്റെ പേശികൾക്കുള്ള ആരോഗ്യം കൂട്ടുന്നതിന് സഹായകമാകും. ഇതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഐക്യരാഷ്ട്ര സംഘടന ഇതിനെ പ്രൊട്ടക്റ്റീവ് ഫുഡെന്നും ഇത് ന്യൂട്രിയൻ റിച്ചുമാണ്, സിറിയൽസുമാണ്, അതുകൊണ്ട് ഇതിനെ ന്യൂട്രി സീരിയൽസ് എന്നും ഒക്കെ നാമകരണം ചെയ്തത്. ഇനി ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു വസ്തുക്കളാണ് ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ നിരോക്സീകര ഘടകങ്ങൾ. നമ്മുടെ ഓരോ കോശങ്ങളിലും ഓക്സീകരണമാണ് പ്രായം വർദ്ധിക്കാനും അല്ലെങ്കിൽ കോശങ്ങളുടെ മരണത്തിനും കാരണമാകുന്നത്. അപ്പോൾ അതിനെ ചെറുക്കുന്ന നിരോക്സീകാരകമായിട്ടുള്ള ഘടകങ്ങൾ വളരെയധികം ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് മനുഷ്യൻ വിശപ്പ് മാറ്റാൻ വേണ്ടിയായിരുന്നു കൂടുതലും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് നിത്യജീവിതത്തിൽ കായിക പ്രാധാന്യമുള്ള ജോലികളുടെ വരവ് നമുക്കിപ്പോൾ കൂടുതൽ മെഷീൻസുകൾ ഉള്ളപ്പോൾ പണ്ടത്തെ അത്ര രീതിയിൽ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആരോഗ്യം കൂടുതൽ പ്രദാനം ചെയ്യുന്ന ഇത്തരം വിളകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അധികം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മുന്നേ സൂചിപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്, അതുപോലെ ഇക്രിസാറ്റ്, അതുപോലെ FSSAI, ഇവർ ഇപ്പോൾ നിലവിൽ ഇതിന് വേണ്ട ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇതിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്നൊക്കെ ഇപ്പം നിഷ്കർഷിച്ചിട്ട് ഇതിന് കുറച്ചുകൂടെ ഒരു ശാസ്ത്രീയ മാനദണ്ഡങ്ങളും ശാസ്ത്രീയ കൃഷി രീതികളും പുതിയ ഇനങ്ങളും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, ചെറുധാന്യങ്ങളിൽ തന്നെ വലിയ അളവിൽ കാണുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് കമ്പം അഥവാ പേൾ മില്ലറ്റ് എടുക്കുകയാണെങ്കിൽ കൊഴുപ്പ്, ഊർജം, ഫോസ്ഫറസ്, സിങ്ക്, ഇരുമ്പ് എന്നിവ വളരെ കൂടുതലായിട്ട് അതിൽ കാണുന്നുണ്ട്. കൂരകിലാണ് കാൽസ്യത്തിൻ്റെ ഏറ്റവും അധികം ഉള്ളത് ചെറുധാന്യങ്ങളിൽ. ഇനി വിറ്റാമിൻ B1 ഏറ്റവും കാണുന്നത് തിനയിലാണ്. വിറ്റാമിൻ B9 ആണെങ്കിൽ വരകിലാണ്. വിറ്റാമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അതെ അതെ. കുതിരവാലിയിലാണ് ഏറ്റവും അധികം നാരുകൾ കാണുന്നത്. ഇനി പനിവരകിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അന്നജം, മാംസ്യം, ധാതുലവണങ്ങൾ, വിറ്റാമിൻ B2, വിറ്റാമിൻ B3 എല്ലാം പനിവരകിലാണ് ഏറ്റവും അധികം കാണുന്നത്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന ധാന്യങ്ങൾ, അതായത് നെല്ല്, ഗോതമ്പ്, അവയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ 100 ഗ്രാം അരി, 100 ഗ്രാം ഗോതമ്പ്, 100 ഗ്രാം മേൽപ്പറഞ്ഞ ഈ ചെറുധാന്യങ്ങൾ എല്ലാമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളിലുള്ളതിൻ്റെ 90% അന്നജം നമുക്ക് ചെറുധാന്യങ്ങൾ തരുന്നുണ്ട്. മാംസ്യം, പ്രോട്ടീൻ ആണെങ്കിൽ 1.3 മടങ്ങ്, കൊഴുപ്പാണെങ്കിൽ 7.2 മടങ്ങ്, ഊർജ്ജമാണെങ്കിൽ 1.02 മടങ്ങ്. ഇനി ധാതുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം 4.5 മടങ്ങാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെക്കാളും ഇവയിലുള്ളത്. അതിൽ തന്നെ കാൽസ്യം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ശരാശരി നോക്കുകയാണെങ്കിൽ 28 മടങ്ങാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെക്കാളും ഇവയിലുള്ളത്. ഇനി ബാക്കിയുള്ള വൈറ്റമിനുകളുടെ കാര്യം നോക്കുകയാണെങ്കിലും നെല്ലിലും ഗോതമ്പിലും അടങ്ങിയിട്ടുള്ളതിനേക്കാളും വളരെ ഉയർന്ന അളവിലാണ്. എന്ന് വെച്ചാൽ വിറ്റാമിൻ B1 7.7 മടങ്ങ്, B2 ആണെങ്കിൽ 3 മടങ്ങ്, B3 2 മടങ്ങ്, B9 2.7 മടങ്ങോളം നമുക്ക് ചെറുധാന്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ പോലും രുചിയിലും അതുപോലെ നമ്മൾ ഒരുപാട് കാലം കഴിച്ച് ശീലിക്കാത്തത് കൊണ്ടുമുള്ള നമ്മുടെ ഈ സെൻസറി പെർസെപ്ഷൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടും നമ്മളിതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താതെ നിലവിൽ ഉപയോഗിക്കുന്ന ആഹാര സാധനങ്ങളിൽ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു പങ്ക് ഒരു 20%, 25% കൂടെ ഇതിൽ മിക്സ് ചെയ്ത് ഒരു മൾട്ടിഗ്രെയിൻ മിക്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതിൽ ഒരു പങ്ക് ആഡ് ചെയ്താണ് നമുക്കിതിനെ നമ്മുടെ ഭക്ഷണക്രമത്തിലേക്ക് ഉൾപ്പെടുത്തി പിന്നെ നമുക്കതൊരു വലിയ അളവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ സാർ. അപ്പോൾ സാർ ഇപ്പോൾ കുറേ ഗുണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ പോഷക വിരുദ്ധ ഘടകങ്ങൾ ഇതിലേതെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ അതിനെ നിർവീര്യമാക്കാനായിട്ട് കഴിയും? സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന മൂലകങ്ങളും ജീവകങ്ങളും ഒക്കെ ഈ പോഷകവിരുദ്ധ ഘടകങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലോട്ട്
അബ്സോർബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കിട്ടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഫൈറ്റേലുകൾ, പോളിഫീനോളുകൾ, ഓക്സാലിക് ആസിഡുകൾ, ടാനിനുകൾ എന്ന് പറയപ്പെടുന്ന പോഷകവിരുദ്ധ ഘടകങ്ങളാണ്. ഇത് വളരെ ചെറിയ അളവിലാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇതിനൊരു വലിയ അളവിൽ വരും. എന്നാൽ നമ്മളത് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണക്രമത്തിന് വേണ്ടി നമ്മളൊരു ധാന്യം തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെ നമുക്ക് നിർവീര്യമാക്കാൻ പറ്റും. ഉമി കളയുന്നത് വഴി, അതിൻ്റെ തവിട് നീക്കം ചെയ്യുന്നത് വഴി, നമ്മൾ വെള്ളത്തിൽ കഴുകാൻ കുതിർത്ത് വെക്കുന്നത് വഴി, 6 അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കുന്നത് വഴി, ഇതിനെ മുളപ്പിക്കുന്നത് വഴി, ഇതിനെ നമ്മൾ പലവിധമായ ഭക്ഷണ രീതികൾ, ഇപ്പം പൊരിക്കുന്നത് വഴി, അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് പുഴുങ്ങുന്നത് വഴി, മാവാക്കിയിട്ട് അരച്ചിട്ട് പുളിപ്പിക്കാൻ വെക്കുന്നത് വഴി, ഇങ്ങനെ പല രീതികളിൽ കൂടെ നമുക്കിതിൻ്റെ ഈ പോഷകവിരുദ്ധ ഘടകങ്ങളുടെ വീര്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് കാരണം നിലവിൽ നമുക്ക് കിട്ടിയ പോഷകമൂലങ്ങളുടെ അബ്സോർപ്ഷൻ ഭയങ്കരത്തിൽ കൂട്ടാൻ പറ്റും. ഇതിൻ്റെ ഒരു ബയോ അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ സെൻസറി പെർസെപ്ഷനും നമുക്ക് ഇത് കാരണം കൂടാറുണ്ട്. ഇനി സാധാരണ രീതിയിൽ ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമുക്ക് ഈ കുതിർക്കാൻ വെച്ച വെള്ളം കളയണോ ഉപയോഗിക്കണോ? അത് കുതിർക്കാൻ വെച്ച വെള്ളം മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ അധികം ഗുണമില്ല, നമുക്കത് കളയാം. എന്നാൽ നമുക്കിപ്പോൾ കന്നുകാലികൾക്ക് കാടി കൊടുക്കുന്നത് പോലെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദഹന പ്രക്രിയ വേറെയാണ്, അവർക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കമ്പത്തിൽ മാത്രം ഗോയിറ്റർജനിക് ആയിട്ടുള്ള 1-2 ഘടകങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗോയിറ്ററിൻ്റെ അസുഖം ഉള്ളവരെടുത്ത് ഡോക്ടർമാർ ശുപാർശ ചെയ്യാറുണ്ട് കമ്പം അധികം അവർ ഉൾപ്പെടുത്തരുതെന്ന് ഭക്ഷണക്രമത്തിൽ. ഇവയൊക്കെയാണ് നമ്മൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭക്ഷ്യ സംസ്കരണ സാധ്യതകൾ അതും കൂടെ നമുക്ക് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ഭക്ഷ്യ സംസ്കരണത്തിൽ ഉള്ളൊരു ഏറ്റവും വലിയൊരു ചലഞ്ചെന്ന് പറയുന്നത്, ഇവ വലിപ്പത്തിൽ തീരെ ചെറുതുമാണ്, ഏറിയ പങ്കും എല്ലാവർക്കും ഉമിയുള്ളതുമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ മണിച്ചോളത്തിനും കമ്പത്തിനും കൂവരകിനും ഇവ 3നും മാത്രമാണ് നാച്ചുറലി അവർക്ക് ഉമി ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർക്കിത്, കർഷകർക്കിത് കൃഷി ചെയ്യാൻ താല്പര്യവും, കാരണം ഇതിൽ ഉമി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതോടൊപ്പം നമുക്ക് ആൾക്കാർക്കും കൂടുതൽ എളുപ്പമാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് കാരണം വിവിധ മില്ലറ്റുകളിൽ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളിൽ ഉമി വരുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിങ് എക്യുപ്മെൻറ്റ്സ് വേണം. അത് കാരണമാണ് ഒന്ന്. മറ്റൊന്ന്, പ്രോപ്പറായിട്ടുള്ള ഫുഡ് റെസിപ്പീസ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഗവേഷണ സ്ഥാപനങ്ങൾ തന്നെ ഇപ്പോൾ കുറച്ചധികം ഇറക്കിയിട്ടുണ്ട്. കാരണം ഒരു വലിയ അളവിൽ ഇത് ആഹാരത്തിൽ വന്നിട്ട് ആൾക്കാർക്ക് താല്പര്യം കുറയുന്നതിനേക്കാളും ബെറ്റർ ചെറിയ അളവിൽ നമുക്കത് ആഹാരത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു ഭക്ഷണക്രമത്തിൽ ഇതിനെ കൊണ്ടുവരുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് അവർ 2021 മില്ലറ്റ് റെസിപ്പീസ് എന്നൊരു പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ സൂചിപ്പിച്ച ഇക്രിസാറ്റ് എന്ന സ്ഥാപനം അവർ സ്മാർട്ട് ഫുഡ് റെസിപ്പീസ് എന്നൊരു പബ്ലിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തഞ്ചാവൂരിലുള്ള നിഫ്റ്റം അവർ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടും, അതുപോലെ FSSAI റെസിപ്പീസ് ഫോർ ഫ്യൂച്ചർ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ അവർ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തി നമുക്കിതിനെ സ്ഥിരമായിട്ട് നമുക്ക് ഭക്ഷണക്രമത്തിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള വിവിധ ഇനം റെസിപ്പികൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ പറയട്ടെ, മുൻ സൂചിപ്പിച്ച പോലെ ഇതിന് ഒരിക്കലും ഒരു പോഷക വിരുദ്ധ ഒരു ആഹാരമായിട്ട് കാണേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ നമ്മൾ നെല്ലും അല്ലെങ്കിൽ അരിയും ഗോതമ്പും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുതിർക്കലും കഴുകലും പൊരിക്കലും പുഴുങ്ങലും എല്ലാം കഴിയുമ്പോൾ അതിലുള്ളത് നഷ്ടപ്പെടുന്നത് പോലെ ഇതിലുമുള്ള പോഷകവിരുദ്ധ ഘടകങ്ങൾ നഷ്ടപ്പെട്ടുകൊള്ളും. അപ്പോൾ ചെറുധാന്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിത രീതിയിലുണ്ട് എന്ന് സാർ ഇപ്പോൾ പറയണ്ടായി. അപ്പോൾ അത് നമുക്കറിയാം, ഒരു കുഞ്ഞിനെ നമ്മളൊരു അംഗനവാടിയിൽ ആദ്യം വിടുമ്പോൾ അവിടെ ഒരു നേരത്തെ ഭക്ഷണം ഈ റാഗിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചെറുപ്പം മുതലേ ആ ഒരു ശീലം കുട്ടികളിലോട്ട് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഈ മില്ലറ്റ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് ഇത്ര നേരം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചെറുധാന്യത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് ഇത്രയും നേരം സാറ് നമുക്ക് പറഞ്ഞു തന്നത്. സാറിൻ്റെ സമയം ഇവിടെ നമുക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. ചെറുധാന്യങ്ങൾ, പ്രാധാന്യവും കൃഷിയും. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അഗ്രോണമി എസ് ആദർശാണ് ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വയലും വീടും സമാപിക്കുന്നു.